Welcome to Semester 6, Paper 4, Digital Electronics and Computer Science, BSC Physics Main, 44th lecture. Today's topic is User-Defined Function in CPP. User-Defined Function in C++ Programming. What are user-defined functions? What are user-defined functions? C++ allows programmers to define their own functions. The purpose of the function is to group related to code. The code is then given a unique identifier, the function name. The function can be called or invoked from any other part of the program. It will then execute the code defined within its body. So you look here, CPP allows programmers to define their own function. സ്വന്തം ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയാണ്. ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ അതിനകത്ത് സ്വന്തമായിട്ട് ചില ഫംഗ്ഷൻസ് കൊടുക്കാൻ വേണ്ടിയാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ദ പർപ്പസ് ഓഫ് ദി ഫംഗ്ഷൻ ഈസ് ടു ഗ്രൂപ്പ് റിലേറ്റഡ് ടു കോഡ്. ഗ്രൂപ്പ് റിലേറ്റഡ് ടു കോഡിലാണ് ഇതിൻ്റെ പർപ്പസ് വരുന്നത്. ദ കോഡ് ഈസ് ദെൻ ഗിവൺ എ യുണീക്ക് ഐഡൻറ്റിഫയർ. ഇതിനകത്ത് ഈ കോഡിന് ഒരു പ്രത്യേക പേര് കൊടുക്കും, പ്രത്യേക നെയിം കൊടുക്കും നമ്മൾ. അതായത് ഒരു കീവേഡ് അല്ലാത്ത, ഡേറ്റ ടൈപ്പ് അല്ലാത്ത ഒരു നെയിം കൊടുക്കണം. ദ ഫംഗ്ഷൻ ക്യാൻ ബി കോൾഡ് ഓർ ഇൻവോക്ഡ്. ഫംഗ്ഷൻ വിളിക്കാം അല്ലെങ്കിൽ ഇൻവോക്ഡ്, അഭ്യർത്ഥിക്കുന്ന അർത്ഥമാണ്. രണ്ടും ഒരേ മീനിങ് ആണ്. ദ ഫംഗ്ഷൻ ക്യാൻ ബി കോൾഡ് ഓർ ഇൻവോക്ഡ് ഫ്രം എനി അതർ പാർട്ട് ഓഫ് ദി പ്രോഗ്രാം. പ്രോഗ്രാമിൻ്റെ ഏത് പാർട്ടിൽ നിന്നും ഈ ഫംഗ്ഷനെ നമുക്ക് കോൾ ചെയ്യാവുന്നതാണ്. ഇറ്റ് വിൽ ദെൻ എക്സിക്യൂട്ട് ദ കോഡ് ഡിഫൈൻഡ് വിത്തിൻ ദ ബോഡി, വിത്തിൻ ദിസ് ബോഡി. പ്രോഗ്രാം ബോഡിയിലുള്ള ആ കോഡ് അന്നേരം അത് എക്സിക്യൂട്ട് ചെയ്യും. ഇതാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ പ്രോഗ്രാം എഴുതിയിരിക്കുന്നത്. ഇവിടെ നമ്മളിത് നേരത്തെ കണ്ടതാണ്. നമ്മൾ ഈ CPPയുടെ ബിഗിനിങ്ങിൽ ഞാൻ എഴുതി കാണിച്ചതാണ്. ആ പ്രോഗ്രാം റിപ്പീറ്റ് ചെയ്യുകയാണ് ഈ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ്റെ രീതി കാണിക്കാൻ വേണ്ടി. എക്സാമ്പിൾ: ഹാഷ് ഇൻക്ലൂഡ് less than sign, IO stream greater than sign, using namespace standard semicolon, void say hello parenthesis, brace C out, insertion operator hello in quote double quote semicolon, closing brace, int main parenthesis opening brace, say hello parenthesis semicolon, return 0 semicolon, closing brace. അപ്പോൾ ഇത് ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ കാണിക്കുന്നതാണ്. അപ്പോൾ ഇത് റൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഹലോ എന്ന് കിട്ടും. ആ മോളിൽ എഴുതിയിരിക്കുന്ന പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ഹലോ എന്ന് കിട്ടും. ഇവിടെ എങ്ങനെയാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ വരുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ഞാൻ നിങ്ങളോട് കാണിച്ചിട്ടുള്ളതാണ്. ആ മോളിൽ എഴുതിയിരിക്കുന്ന പ്രോഗ്രാമിൻ്റെ ഒരു കോഡ് അത് തന്നെ റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് നമ്പറിട്ട് ഒരു എക്സ്പ്ലനേഷൻ. ഇത്തരം എക്സ്പ്ലനേഷൻ നമ്മൾ ഈ CPP പ്രോഗ്രാമിൻ്റെ ബേസിക് സ്ട്രക്ചർ പഠിച്ചപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഈ നമ്പറിട്ട് നേരത്തെ 2 സംഖ്യകൾ കൂട്ടുന്നതിൻ്റെ ഒരു പ്രോഗ്രാം നമ്മൾ ബിഗിനിങ്ങിൽ പഠിച്ചിട്ടുണ്ട്. ബേസിക് സ്ട്രക്ചർ ഓഫ് CPP പ്രോഗ്രാം, C++ പ്രോഗ്രാം. അവിടെ ഞാൻ നമ്പർ കാണിച്ചിരുന്നു. അത് തന്നെ ഈ ഹലോ എന്നുള്ള വാക്ക് പ്രിൻ്റ് ചെയ്യാൻ വേണ്ട പ്രോഗ്രാമിൽ നമ്പറിങ് കൊടുത്തിട്ട് പറയുകയാണ്. ഹാഷ് ഇൻക്ലൂഡ് IO stream, number 1 step, using namespace standard semicolon, number 2 step, same program repeated. Void say hello parenthesis opening brace, number 3 step, C out, insertion operator hello in double quote semicolon, 4th step, closing brace, 5th step, int main parenthesis brace, 6th step, say hello parenthesis semicolon, 7th step, return 0 semicolon, 8th step, closing brace, 9th step. ആ പ്രോഗ്രാം തന്നെ എഴുതി നമ്മൾ നമ്പർ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിലെ ഓരോ നമ്പറിൻ്റെ വിശദീകരണം, ഇത്തരം വിശദീകരണം ബേസിക് സ്ട്രക്ചറിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്. ഒന്നാമത്തെ സ്റ്റെപ്പിൻ്റെ മീനിങ് എന്താണ്? That step includes
the IOStream header file in our program to use its function. അത് ഹെഡർ ഫയലാണ്. ഒരിക്കൽ കൂടി ഓർക്കുക, ആ ഓരോ ലൈനിൻ്റെ മീനിങ് ഓർക്കുക. നമ്പർ 1. അപ്പോൾ ഇതൊരു റീകളക്ഷൻ കൂടിയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം റീകളക്ട് ചെയ്യുകയാണ് ഈ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനിൽ. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ്, അപ്പോൾ നിങ്ങൾ തിരിച്ചു പോയി നോക്കിക്കൊള്ളുക. ഒന്നാമത്തെ സ്റ്റെപ്പ് മീൻ ചെയ്യുന്നത് ഇൻക്ലൂഡ് ദ IOStream ഹെഡർ ഫയൽ ഇൻ അവർ പ്രോഗ്രാം to use its functions. Number 2, include the standard namespace in our code to use its classes without calling it. Number 3, create user-defined function named say hello. അപ്പോൾ നോക്കുക, യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ നോക്കി, ആ 3 എന്നുള്ള സ്റ്റെപ്പിലാണ് നമ്മൾ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്, സേ ഹലോ. ആ 3ാമത്തെ സ്റ്റെപ്പിലാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ പ്രത്യേകം ഓർക്കണം. അപ്പോൾ എന്താണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ? അതിൻ്റെ ആ കോണ്ടെക്സ്റ്റാണ് പറയുന്നത്. 3, ക്രിയേറ്റ് എ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ നെയിംഡ് സേ ഹലോ parenthesis. Number 4, print some text on the console. കൺസോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ക്രീൻ, നമുക്ക് പ്രിന്റ് ചെയ്യുന്ന സ്ക്രീൻ. Print some text on the console when the say hello function is called. അപ്പോൾ say hello എന്ന് പറയുന്നത് ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനാണ്. 4ാമത്തെ പോയിന്റ് നോക്കി, സി ഔട്ടാണ്. ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യാനുള്ളതാണ്. 4th പോയിന്റ് യു സി ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷനാണ് 4ാമത്തെ പോയിന്റ്. സോ 4th പോയിന്റ്, print some text on the console when this say hello parenthesis function is called. 5ാമത്തെ സ്റ്റെപ്പ്, end of the body of the say hello parenthesis function. Number 6, call the main parenthesis function. The program logic should be added within the body of this function. Number 7, call or invoke. Call വിളിക്കുക അല്ലെങ്കിൽ ഇൻവോക്ക് അഭ്യർത്ഥിക്കുക എന്നൊക്കെ പറയും. Call or invoke the function named say hello. യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ കോൾ ചെയ്യാനുള്ള സ്ഥലം. Number 8, the program must return value upon successful completion. 8ാമത്തെ സ്റ്റെപ്പിൻ്റെ മീനിങ് ആണ് ദ പ്രോഗ്രാം വിൽ റിട്ടേൺ വാല്യൂ ആഫ്റ്റർ സക്സസ്ഫുൾ കംപ്ലീഷൻ. എന്താണ് 8ാമത്തെ ലൈൻ നോക്കുക. 8ാമത്തെ ലൈൻ റിട്ടേൺ 0 ആണ്. 9ാമത്തെ ക്ലോസിംഗ് ബ്രേസ്, എൻഡ് ഓഫ് ദി ബോഡി ഓഫ് ദി മെയിൻ പാരന്തസിസ് ഫംഗ്ഷൻ. ഇനി നമ്മളിങ്ങനെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ പറയുമ്പോൾ 2 പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളുണ്ട്. ഒരു ഫംഗ്ഷൻ ഡിക്ലറേഷൻ, പിന്നെ ഒരു ഫംഗ്ഷൻ ഡെഫിനിഷൻ. 2 സ്റ്റെപ്പുകളുണ്ട്. അത് പ്രത്യേക ക്വസ്റ്റനായിട്ട് ചോദിക്കാവുന്നതാണ്. വാട്ട് ഈസ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ ഓർ വാട്ട്സ് ദ മീനിങ് ഓഫ് ഫംഗ്ഷൻ ഡെഫിനിഷൻ? അപ്പോൾ നമ്മൾ ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ അതിനകത്ത് ഫംഗ്ഷൻ ഡെഫിനിഷൻ മാത്രം പോരാ, ഫംഗ്ഷൻ ഡിക്ലറേഷൻ കൂടി വേണം. ഫംഗ്ഷൻ ഡിക്ലറേഷൻ ആൻഡ് ഫംഗ്ഷൻ ഡെഫിനിഷൻ ആർ ദ 2 important steps in a program, in a CPP program. Function definition alone is not sufficient. Before that, in order to understand the compiler, the program, we need a function declaration. So function declaration and function definition are the 2 important steps, important parts of a CPP program. So first one, the function declaration. എന്താണ് ഈ പ്രോഗ്രാമിൻ്റെ ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്ന് നോക്കുക. ഇഫ് യു ഡിഫൈൻ എ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ, definition is coming only next. If you define a user defined function after the main parenthesis function, the C++ compiler will return an error. അപ്പോൾ ഡിക്ലെയർ ചെയ്തില്ല എങ്കിൽ നമ്മൾ ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ട് റിട്ടേൺ കൊടുത്തു കഴിഞ്ഞാൽ എറർ കാണിക്കും. അപ്പോൾ അതിന് ഈ ഫംഗ്ഷൻ ആദ്യമേ ഡിക്ലെയർ ചെയ്യണം. അവിടെ നമ്മളത് പരിചയപ്പെടുത്തണം. ഇത് നമ്മൾ അവിടെ വേണ്ടി വരും. ഡിക്ലറേഷൻ എന്താണെന്ന് ആദ്യം പറഞ്ഞ് കമ്പൈലറിനെ മനസ്സിലാക്കണം.
If you define a user-defined function after the main parenthesis function, the C++ compiler will return an error. The reason is that the compiler does not know the details of the user-defined function. അപ്പോൾ യൂസർ-ഡിഫൈൻഡ് ഫംഗ്ഷനെ കമ്പൈലറിന് പരിചയപ്പെടുത്തുന്ന പാർട്ടാണ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ. യൂസർ-ഡിഫൈൻഡ് ഫംഗ്ഷനെ കമ്പൈലറിന് പരിചയപ്പെടുത്തുന്ന പാർട്ടാണ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ. The details include its name, the types of arguments and their return types. അപ്പോൾ ഈ ഫംഗ്ഷൻ ഡിക്ലറേഷനകത്ത് നമുക്കതിൻ്റെ പേര് കൊടുക്കണം, ആർഗ്യുമെൻറ്റ് എന്തൊക്കെയാണ് അതിനകത്ത് ഉള്ളതെന്ന് കൊടുക്കണം, അതുപോലെ തന്നെ റിട്ടേൺ ടൈപ്സ് അതും കാണിക്കണം. ഒരു എക്സാമ്പിൾ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ട് നോക്കി പഠിക്കണം. ഇൻ C++, ദ ഫംഗ്ഷൻ ഡിക്ലറേഷൻ പ്രോട്ടോടൈപ്പ് എന്ന് വെച്ചാൽ അതിൻ്റെ ട്രൂ കോപ്പി എന്നർത്ഥം. പ്രോട്ടോടൈപ്പ് എന്ന വാക്കിനർത്ഥം ട്രൂ കോപ്പി. ഫംഗ്ഷൻ ഡിക്ലറേഷൻ ഓർ ഇറ്റ്സ് ട്രൂ കോപ്പി ഡിക്ലെയർസ് എ ഫംഗ്ഷൻ വിത്തൗട്ട് എ ബോഡി. ദിസ് ഗീവ്സ് ദ കമ്പൈലർ ഡീറ്റെയിൽസ് ഓഫ് ദ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. അപ്പോൾ അതൊന്ന് ഞാനൊന്ന് വലുതാക്കി കാണിക്കാം. നമ്മൾ ആ പ്രോഗ്രാം പാർട്ട് ഒന്ന് എക്സ്പാൻഡ് ചെയ്തിരിക്കുക. ആ പ്രോഗ്രാം പാർട്ട് തന്നെ എക്സ്പാൻഡ് ചെയ്തിരിക്കുക. അവിടെ ഇൻറ്റ് ആഡ് ഫംഗ്ഷൻ ഇൻറ്റ് എന്നൊരു പാർട്ട് കാണാം. ഇൻറ്റ് ആഡ് ഫംഗ്ഷൻ ഇൻറ്റ് എന്നൊരു പാർട്ട്. ഇൻറ്റ് ആഡ് ഫംഗ്ഷൻ ഇൻറ്റ് സെമിക്കോളൻ. അതിനെ വിളിക്കുന്ന പേരാണ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. ഫംഗ്ഷൻ ഡിക്ലറേഷൻ ആ പാർട്ടിനെ വിളിക്കുന്ന പേരാണ് ഇൻറ്റ് ആഡ് ഫംഗ്ഷൻ ഇൻറ്റ് എന്നുള്ളത്. അപ്പോൾ ഈ ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് എഴുതി കാണിക്കാവുന്നതാണ്. അവിടെ ആ ബ്ലാക്ക് സർഫസിൽ നമ്മൾ കൊടുത്തിരിക്കുന്നതാണ്. അവിടെ പ്രത്യേകം പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതാണ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ പാർട്ട്. അത് അത്യാവശ്യം വേണ്ടതാണ് പ്രോഗ്രാമിൽ. ഈ സിൻടാക്സ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ സിൻടാക്സ് റിട്ടേൺ ഡേറ്റ ടൈപ്പ്, റിട്ടേൺ അണ്ടർസ്കോർ ഡേറ്റ ടൈപ്പ്, ഫംഗ്ഷൻ അണ്ടർസ്കോർ നെയിം, പാരാമീറ്റേഴ്സ്, ക്ലോസ് ദ പാരന്തസിസ്, ഓപ്പണിംഗ് ബ്രേസ്, ഫംഗ്ഷൻ ബോഡി, ക്ലോസിംഗ് ബ്രേസ്. അതാണ് സിൻടാക്സ്. ഫ്രം ദി എബവ്, എ ഫംഗ്ഷൻ ഡെഫിനിഷൻ ഹാസ് ദി ഫംഗ്ഷൻ ഹെഡർ ആൻഡ് ബോഡി. ഹിയർ ഈസ് എൻ എക്സ്പ്ലനേഷൻ ഓഫ് ദി പാരാമീറ്റേഴ്സ്. Return data type. Some functions return value. This parameter denotes the data type of the returned value. Some functions do not return a value. In that case, the value of this parameter becomes void. അപ്പം ചില ഫംഗ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ വാല്യൂ നമുക്ക് കിട്ടത്തില്ല, റിട്ടേൺ ചെയ്യത്തില്ല. അന്നേരം അവിടെ പാരാമീറ്റർ വോയിഡായിട്ട് മാറും. വോയിഡ് വെച്ചാൽ ഒന്നുമില്ലാത്ത അവസ്ഥ. ഇനി എന്താണ് ഫംഗ്ഷൻ നെയിം? ദിസ് ഈസ് ദ നെയിം ഓഫ് ദി ഫംഗ്ഷൻ. ദ ഫംഗ്ഷൻ നെയിം ആൻഡ് പാരാമീറ്റേഴ്സ് ഫോം ദി ഫംഗ്ഷൻ സിഗ്നേച്ചർ. അടുത്തത് പാരാമീറ്റേഴ്സ്. ദിസ് ഈസ് ദ ടൈപ്പ്, the order and the number of function parameters. Some functions do not have parameters. Function body. These are statements defining what the function will do. ഇനി എന്താണ് ഫംഗ്ഷൻ ഹാൾ? നമ്മുടെ ഈ കാൾ നമ്മുടെ സിലബസ് നോക്കിയാൽ കാണും ഫംഗ്ഷൻ കോൾ ഒക്കെ എഴുതിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം പഠിക്കണം. വാട്ട് ഈസ് ഫംഗ്ഷൻ കോൾ ഇൻ എ പ്രോഗ്രാം? അപ്പോൾ ഫംഗ്ഷൻ ഡിക്ലറേഷൻ പറഞ്ഞു, അതിൻ്റെ എക്സാമ്പിൾ നമ്മൾ പ്രത്യേകം കാണിച്ചിട്ടുണ്ട്. ഇനി ഫംഗ്ഷൻ കോൾ എന്താണ്? അപ്പോൾ ഇതും സിലബസിൽ പറയുന്ന വാക്കാണ്. അപ്പോൾ അതൊക്കെ അറിഞ്ഞിരിക്കണം. ഫംഗ്ഷൻ കോൾ. ഫോർ എ ഫംഗ്ഷൻ ടു പെർഫോം ദ സ്പെസിഫൈഡ് ടാസ്ക് ആൻഡ് റിട്ടേൺ ഔട്ട്പുട്ട് ഇറ്റ് മസ്റ്റ് ബി കോൾഡ്. അപ്പോൾ എന്താണ് ഈ ഫംഗ്ഷൻ കോൾ എന്ന് പറഞ്ഞാൽ, ഒരു പ്രോഗ്രാം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ, അത് റൺ ചെയ്യുമ്പോൾ ഒരു സ്പെസിഫൈഡ് ടാസ്ക്, അതിനകത്തിരിക്കുന്ന ടാസ്ക്, ഇപ്പോൾ ആവൃത്തി കാണുക, സം കാണുക പോലെയുള്ള ടാസ്ക് ഉണ്ടല്ലോ, അത് ചെയ്യുമ്പോൾ ഒരു ഔട്ട്പുട്ട് തരുമ്പോൾ ആ ഫംഗ്ഷൻ കോൾ ചെയ്യണം. ഇറ്റ് മസ്റ്റ് ബി കോൾഡ്. ആ പ്രോഗ്രാമിലേക്ക് ഫംഗ്ഷനെ കോൾ ചെയ്യണം. അതിനാണ് ഫംഗ്ഷൻ കോൾ എന്ന് പറയുന്നത്. വെൻ യു കോൾ എ ഫംഗ്ഷൻ ഇറ്റ് എക്സിക്യൂട്ട്സ് എ സ്റ്റേറ്റ്മെൻറ്റ് ആർഡർഡ് വിത്തിൻ ഇറ്റ്സ് ബോഡി. ഒരു ഫംഗ്ഷൻ കോൾ ചെയ്താൽ ആ പ്രോഗ്രാമിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും.
ഇവിടെ ഫംഗ്ഷൻ കോളിൻ്റെ പാർട്ട് ഏതാണെന്ന് നോക്കുക. ഫംഗ്ഷൻ കോളിൻ്റെ പാർട്ട്, അപ്പോൾ അതേ പ്രോഗ്രാം നമ്മൾ റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. ഫംഗ്ഷൻ കോളിൻ്റെ പാർട്ടാണ് സം ആഡ് ഫംഗ്ഷൻ എക്സ് കോമ വൈ സെമിക്കോൾ. ഇപ്പോൾ രണ്ട് ഫംഗ്ഷൻ കൂട്ടേണ്ടി വരികയാണെങ്കിൽ, രണ്ട് ടേംസ് കൂട്ടേണ്ടി വരികയാണെങ്കിൽ എക്സ് കോമ വൈ കൂട്ടേണ്ടി വേണ്ടി ഇങ്ങനെ കൊടുക്കും നമ്മൾ. സം ആഡ് ഫംഗ്ഷൻ, അവിടെ ആ ഇൻസേർഷൻ ഓപ്പറേറ്റർക്ക് വേണം. ആഡ് ഫംഗ്ഷൻ സം അസൈൻസ് ആണ്, അസൈൻസ് ആഡ് ഫംഗ്ഷൻ എക്സ് വൈ സെമിക്കോളൻ. ആ പാർട്ടിനെ വിളിക്കുന്ന പേരാണ് ഫംഗ്ഷൻ കോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഫംഗ്ഷൻ കോൾ ഇങ്ങനെ ആരോ ഇട്ട് നമ്മൾ ചുവപ്പ് ബാക്ക്ഗ്രൗണ്ടിൽ കാണിച്ചിട്ടുണ്ട് ഫംഗ്ഷൻ കോൾ ഏതാണെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ എഴുതുമ്പോൾ, ഇങ്ങനെ ഒരു പ്രോഗ്രാം പാർട്ട് എഴുതുമ്പോൾ ഈ വരുന്നത് സീൻ കൊടുത്തിട്ട് സം അസൈൻസ്, സം ഈക്വൽ സൈൻ ആണല്ലേ, സം അസൈൻസ് ആഡ് ഫംഗ്ഷൻ എക്സ് വൈ, അതാണ് ഫംഗ്ഷൻ കോൾ എന്ന് പറയുന്ന പാർട്ട്. A program is called by its name if the function takes parameters, their values should be passed during the call. If the service takes no parameters, do not pass any value during the call. The parameters, if the service takes no parameters illa engil it do not pass any value during the call. ഇതിനടുത്ത് എന്താണ് പാസിംഗ് ആർഗ്യുമെന്റ്സ് പറഞ്ഞത്? പാസിംഗ് ആർഗ്യുമെന്റ്സ് ഇൻ C++, an argument or parameter is the data passed to a function during its call. The values must be initialized to their respective variables. In C++, an argument or parameter is the data passed to a function during its call. The values must be initialized to their respective variables. When calling a function, the argument must match in number. This means you realize this means the values you pass must be equal to the number of parameters. Again, the values must also match the parameters in terms of type. If the first parameter is an integer, the value passed to it must be an integer. So you see, when calling a function, the argument must match the number. ഒരു ഫംഗ്ഷൻ കാൾ ചെയ്യുമ്പോൾ നമ്പറും ആർഗ്യുമെൻറ്റും തുല്യം എണ്ണമായിരിക്കണം. This means the values you pass must be equal to the number of parameters. നമ്മൾ കൊടുക്കുന്ന വാല്യൂ അവിടെയുള്ള പാരാമീറ്റേഴ്സിന് തുല്യമാകണം. Again, the values must also match the parameters in terms of type. ടൈപ്പിൻ്റെ കാര്യത്തിലും ഒരു മാച്ചിങ് ഉണ്ടായിരിക്കണം. If the first parameter is an integer, the value passed to it must be an integer. One can assign default values. മാറ്റമില്ലാത്ത വാല്യൂസ് ആണ്. One can assign default values to a function parameters. If you do not pass a value for the parameter during the function call, the default value will be used. ഒരു പ്രോഗ്രാമാണ്, ഒരു ബേസിക് പ്രോഗ്രാം ഇവിടെ കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ ഒരു ബേസിക് പ്രോഗ്രാം, ബേസിക് സ്ട്രക്ചർ പഠിക്കാൻ ഒരു പ്രോഗ്രാം എഴുതിയിരുന്നു. അതുപോലെ ഒരു പ്രോഗ്രാം. എക്സാമ്പിൾ 3, ഹൗ ടു റൈറ്റ് ആൻഡ് കോൾ എ ഫംഗ്ഷൻ. എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുക, റൈറ്റ് ചെയ്യുക, അതിനൊരു പ്രോഗ്രാമാണ്. ഹൗ ടു റൈറ്റ് ആൻഡ് കോൾ എ ഫംഗ്ഷൻ. ഇപ്പോൾ പ്രോഗ്രാം നമ്മൾ ആരംഭിക്കുന്നത് ഹാഷ് ഇൻക്ലൂഡ് യോ സ്ട്രീം യൂസിങ് നെയിം സ്പേസ് സ്റ്റാൻഡേർഡ് സെമിക്കോളൻ int add function int semicolon into main parenthesis brace int xy sum cout insertion operator enter two numbers colon then quotation semicolon. അപ്പോൾ ഇത്
രണ്ട് നമ്പർ എൻ്റർ ചെയ്യുന്ന ഒരു ഭാഗമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. രണ്ട് നമ്പർ ആഡ് ഫംഗ്ഷനാണ്. കണ്ടിന്യൂവേഷൻ. സി ഇൻ extraction operator, x extraction y semicolon sum assigns add function parenthesis x comma y semicolon c out insertion operator, the sum of rotation insertion operator x insertion operator and double quote insertion operator y insertion operator is quotation insertion operator sum return on. അപ്പോൾ രണ്ട് സംഖ്യകൾ ആഡ് ചെയ്യുന്ന ഒരു പാർട്ട് പ്രോഗ്രാമാണ് കണ്ടത് നമ്മൾ. ഇനി അടുത്തത് ക്ലോസിംഗ് ബ്രേസ്. ഇൻറ്റ് ആഡ് ഫംഗ്ഷൻ ഇൻറ്റ് നമ്പർ 1 ഇൻറ്റ് നമ്പർ 2 parenthesis opening brace. ഇൻറ്റ് ആഡ് ഫംഗ്ഷൻ equal to അല്ലെങ്കിൽ സൈസ് നമ്പർ 1 പ്ലസ് നമ്പർ 2 റിട്ടേൺ ആഡ് ഫംഗ്ഷൻ ക്ലോസിംഗ് ബ്രേസ്. അപ്പോൾ രണ്ട് സംഖ്യകൾ കൂട്ടുന്ന ഒരു പ്രോഗ്രാം, അതാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് ഇവിടെ കാണിച്ച് ഇത്രയും ഉണ്ടാവുള്ള ഔട്ട്പുട്ട്. അപ്പോൾ നമ്മൾ ഇത്രയും കൊടുത്താൽ ഈ പ്രോഗ്രാം നമ്മൾ കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ ചെയ്യുമ്പോൾ, റൺ ചെയ്യുമ്പോൾ ചോദിക്കുന്നതാണ് എൻ്റർ ടു നമ്പേഴ്സ്. എക്സ് എത്രയാണ്, വൈ എത്ര, നമ്മൾ അവിടെ അടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ പറയും ഒരു 9 7 എന്ന് പറഞ്ഞ് വിചാരിച്ചു, 9 7 അങ്ങനെ അടിച്ചു കൊടുക്കണം. അപ്പോൾ അത് രണ്ട് ആഡ് ചെയ്തിട്ട് സം ഓഫ് ഇവിടെ ദ സം ഓഫ് 9 and 7 ഈസ് 16 എന്ന് കാണി. ദാറ്റ്സ് എ പ്രോഗ്രാം. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയൊക്കെ ചോദിക്കുക. ക്വസ്റ്റ്യൻസ്: വാട്ട് ആർ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ്, ഗീവ് ആൻ എക്സാമ്പിൾ. ഇപ്പോൾ ഹലോ പ്രിൻറ്റ് ചെയ്യുന്ന എക്സാമ്പിൾ കാണിച്ചാൽ മതി. അവിടെ യൂസർ ഡിഫൈൻഡ് ഫങ്ഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതെന്താണ് നമ്മൾ പ്രത്യേകം കാണിച്ചിട്ടുണ്ട്. വാട്ട് ആർ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ്, ഗീവ് ആൻ എക്സാമ്പിൾ. ക്വസ്റ്റ്യൻ നമ്പർ 2, എക്സ്പ്ലെയിൻ ഫങ്ഷൻ ഡിക്ലറേഷൻ ഇൻ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ. ഇൻഡിക്കേറ്റ് ഇറ്റ് ഇൻ എ പ്രോഗ്രാം പാർട്ട്. ഒരു പ്രോഗ്രാം പാർട്ടിൽ അതൊന്ന് എഴുതി കാണിക്കുക. നമ്മൾ ആ ചുവപ്പ് ബാക്ക്ഗ്രൗണ്ടിൽ കാണിച്ചില്ലേ, അത് എഴുതാനാണ്. എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻ കോൾ. ഇൻഡിക്കേറ്റ് ഇറ്റ് ഇൻ എ പ്രോഗ്രാം പാർട്ട്. ഈ ഫങ്ഷൻ കോള് ഒരു പ്രോഗ്രാം പാർട്ടിൽ കാണിക്കുക. വാട്ട് ഈസ് മീൻ ബൈ പാസിംഗ് ആർഗ്യുമെൻറ്റ് ടു എ ഫങ്ഷൻ ഇൻ C++. ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? റൈറ്റ് എ C program to explain how to write and call a function. ഒരു ഫംഗ്ഷൻ എഴുതാനും കോൾ ചെയ്യാനും ഉള്ള ഒരു പ്രോഗ്രാം. ഈ ലാസ്റ്റ് എഴുതിയ രണ്ട് സംഖ്യകൾ കൂട്ടുന്ന പ്രോഗ്രാം അത് എഴുതിയാൽ മതി. That is all with your 44th lecture on digital electronics and computer science. Thank you very much.